ഗാർഡൻ്റെ കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് റംബുട്ടാൻ വെച്ചിട്ട് ഒരു അച്ചാറാണ്. എങ്ങനെ അച്ചാറിടാം നമുക്ക് റംബുട്ടാൻ വെച്ച് എന്നുള്ളതാണ്. ഞാനിത് നേരത്തെ ചെയ്തിട്ടില്ല. ഞാൻ റംബുട്ടാൻ വെച്ചൊരു പുളിശ്ശേരി പോലെ റംബുട്ടാൻ ഒഴിച്ചുകറി ഉണ്ടാക്കി ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് റംബുട്ടാൻ വെച്ച ഒരു അച്ചാറാണ്. ഞാൻ ആദ്യമായിട്ടാണ് റംബുട്ടാൻ വെച്ച് അച്ചാറൊന്ന് ട്രൈ ചെയ്യുന്നത്. ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പം ഒന്ന് ചെയ്യാൻ എനിക്ക് തോന്നി, എങ്ങനെ ചെയ്തെടുക്കാം അച്ചാർ ടേസ്റ്റി ആയിട്ട്. അതിനാവശ്യമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഞാൻ വെളുത്തുള്ളി എന്ന് പറയും, വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട്, കുറച്ചൊരു ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത്, അത് വലിയൊരു പീസ് ഇഞ്ചി അരിഞ്ഞെടുത്തത്. ഇത് പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകാണ് ഞാനിത് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് റംബുട്ടാൻ, ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റി റംബുട്ടാൻ. ഇത് ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കറിവേപ്പില. ഇത് കറിവേപ്പില ഫ്രഷ്, നമ്മുടെ പുരയിടത്തിലെ കറിവേപ്പില ഫ്രഷ് ആയിട്ടുള്ളത്. പിന്നെ മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി വേണം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വേണം. പിന്നെ കടുക്, ഉലുവയുടെ ലാസ്റ്റിൽ ശകലം ഉലുവയുടെ പൊടി, പിന്നെ കായം. പിന്നെ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ എന്ന് പറയുമ്പോൾ എള്ളാട്ടിയിട്ടുള്ള എണ്ണ. പിന്നെ ആവശ്യത്തിന് വിനീഗർ, സിന്തറ്റിക് വിനീഗർ. ഞാൻ ഡബിൾ ഹോഴ്സിൻ്റെ വിനീഗർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യമേ നമുക്ക് ഈ പാൻ വെച്ചിട്ട് നമുക്കിത് ഫ്ലെയിം ഓണാക്കി ഇനി നമുക്ക് അതിലേക്ക് നല്ലെണ്ണയാണ് നമ്മളിനി ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ പാൻ വെച്ചൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യത്തിന്. ഇതിനൊക്കെ ശകലം കൂടുതൽ നല്ലെണ്ണ ആവശ്യമാണ്. കൂടുതലായിട്ട് നല്ലെണ്ണ ഇതിന് ഒഴിച്ച്, എണ്ണയിലാണ് ഇത്, ഇച്ചിരി എണ്ണ ഉള്ളപ്പോഴാണ് ഇത് കേടാവാതിരിക്കുന്നതും ടേസ്റ്റി ആയിട്ടിരിക്കുന്നത്. പാൻ ചൂടാവുമ്പോൾ നന്നായിട്ട് പാൻ ചൂടാകണം. അപ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികമായിട്ട് നല്ലെണ്ണ വേണ്ടി വരും. നല്ലെണ്ണയായിരിക്കും അച്ചാറിനൊക്കെ, എപ്പോഴും നല്ലെണ്ണയായിരിക്കും ടേസ്റ്റ്. ഞാൻ വെളിച്ചെണ്ണ വെച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം മീനച്ചാർ ഇട്ടത്. അത് ആട്ടിയ വെളിച്ചെണ്ണ, വീട്ടിൽ വെളിച്ചെണ്ണ വെച്ചായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു അച്ചാറിനൊക്കെ എപ്പോഴും നല്ലെണ്ണയായിരിക്കും ടേസ്റ്റ് എന്ന് തോന്നുന്നു. ഈ എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇടാം. കടുക് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ 20 ടീസ്പൂൺ, അതുകൊണ്ട് 2 പ്രാവശ്യം ഇട്ടത്. ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1 പ്രാവശ്യം ഇട്ടാൽ മതി. പിന്നെ ഉലുവ ഇടുമ്പോൾ കുറച്ച് ഇട്ടാൽ മതി. കാരണം ലാസ്റ്റിലൊരു കുറച്ച് ഉലുവാപ്പൊടി ഇടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉലുവ മാത്രമേ ഇതിലേക്ക് ഇടുന്നുള്ളൂ. അത് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെക്കേണ്ടത്. അത് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നീളത്തിലാണ് ഇഞ്ചി അരിയുന്നത്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഇളക്കണം. മൂക്കാൻ കുറച്ച് സമയം കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കണം. പിന്നെ കറിവേപ്പില നമ്മൾ ലാസ്റ്റിലാണ് ഇടുന്നത്. ആദ്യം നമ്മളിതിന് കറിവേപ്പില ഇടുന്ന ടേസ്റ്റ് മാറിക്കും. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റിൽ കറിവേപ്പില ഇട്ടാൽ മതി. ആദ്യമേ നമ്മൾ കറിവേപ്പില ഇടേണ്ട ആവശ്യമില്ല. ഇത് ഇച്ചിരി ചുമന്ന് വരുമ്പോഴേക്കും
ശാലം ഫ്ലെയിം നമുക്ക് കൂട്ടി കൊടുക്കാം. നല്ലെണ്ണയിലായതുകൊണ്ട് ഇങ്ങനെ പതഞ്ഞൊക്കെ വരുന്നത്. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം മൂക്കുമ്പോഴേക്കും ഇത് ചെറിയ പത പോലൊക്കെ നമുക്ക് കാണാനായിട്ട് തുടങ്ങും. ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം, കരിഞ്ഞു പോകാതിരിക്കാൻ. പിന്നെ കുറച്ച് 2 പച്ചമുളക്, ഞാൻ 2 പച്ചമുളക് ഇതിൽ എടുത്തിട്ടുള്ളത്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഒരുവിധമൊക്കെ മൂക്കുമ്പോഴേക്കും പിന്നെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ആഡ് ചെയ്യുന്നത്. ഇത് ഇച്ചിരി കൂടെ ഒന്ന് ഇതായി വരാനുണ്ട്, അതും കൂടെ ഒന്ന് മൂത്ത് വരാൻ. ഇതിനൊക്കെ സമയമെടുക്കും, കുറച്ച് സമയമെടുക്കും. അതാണ് നമ്മുടെ വീഡിയോ ഒക്കെ ലെങ്തി ആയി പോകുമല്ലോ എന്നുള്ളതാണ്. കുറച്ച് സമയമൊക്കെ എടുക്കും എത്രയായാലും ഇത് മൂത്ത് കിട്ടാൻ. ഇത് ചെറിയ അതിൻ്റെ അത് പച്ച ചുവയൊക്കെ മാറണമല്ലോ, ചെറിയ സമയം എടുക്കും. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഓരോവർക്കും ആവശ്യത്തിന് എരിവ് ഓരോ ഇതിലായിരിക്കുമല്ലോ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മുളക് ഇടുന്നുണ്ട്. കാരണം 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളകാണ് ഇതിന് ഇടുന്നത്. അത് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇത്രയും റംബുട്ടാനുണ്ടല്ലോ, അപ്പോൾ റംബുട്ടാൻ്റെ സീസണായപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ കാണും റംബുട്ടാനൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ അച്ചാറായിട്ടും ഒഴിച്ചുകറിയായിട്ടും ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഈ റംബുട്ടാൻ നമുക്ക് പാഴാക്കി കളയാതെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഞാൻ ഇത്രയും ടീസ്പൂൺ, ഒരു ടീസ്പൂൺ നിറച്ചില്ല, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഇടുന്തോറും ഇത് കേട് കൂടാതെ ഇരിക്കാനൊക്കെ നല്ലതാണ്. കുറച്ചുകൂടി ഇട്ടാലും ഒരു ഫുൾ ടീസ്പൂൺ, 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ഒക്കെ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറിയ തീയിൽ അതൊന്ന് ഇതാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ചെറിയ തീയിൽ അതൊന്ന് തിളക്കട്ടെ. ഇളക്കി കൊടുക്കാം. എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും അല്ലേ വീട്ടിലൊക്കെ. ഇതിന് കുറച്ച് വെള്ളം ആവശ്യമോ, നമുക്ക് വിനീഗർ ആവശ്യമോ, ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ആ മുളകൊന്ന് നല്ല മൂക്കണേ, നന്നായിട്ടൊന്ന് മൂത്ത് വരണം. കാരണം അത് അല്ലെങ്കിൽ ഒരു നിറം ഇതായിട്ട് കിടക്കും, വ്യത്യാസം പോലെ. ഈ നല്ലെണ്ണയാണ് ഇങ്ങനെ പതയുന്നത്, നല്ലെണ്ണയിലാവുമ്പോഴത് പതയായിട്ട് വരുന്നത്. ഇച്ചിരി മൂത്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കര ഒരുമാതിരി ചുമത്തായിട്ടിരിക്കാം, നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ശകലം തീ കൂട്ടി വെക്കാം. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ആ പതയുടെ ഒരു ഇതങ്ങ് മാറും, കുറച്ചുകൂടെ തിക്നെസ്സിലാവും. ഇനി നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ തിളയ്ക്കും. കുറച്ച് സമയം നമുക്കിനി ഒന്ന് അനുവദിക്കാൻ തിളയ്ക്കാൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി ഉലുവാപ്പൊടിയും കായപ്പൊടിയും നമ്മൾ ചേർക്കാൻ പോകുന്നത്.
ഉലുവപ്പൊടിയും കായപ്പൊടിയും പിന്നെ ആവശ്യം കായപ്പൊടി മസ്റ്റായിട്ട് ഇടണം. ഉലുവപ്പൊടി ആദ്യം ഉലുവ ഇട്ടത് കൊണ്ട് അത് ബുദ്ധിമുട്ട് ഇല്ലയെന്നുള്ളവർക്ക് ഉലുവപ്പൊടി ഒഴിവാക്കാം. പക്ഷേ നന്നായിട്ട് ഇത് തിളയ്ക്കണം, നല്ല തിളച്ച് ഗ്രേവി നല്ല ആവണം. ഇനി നമുക്കതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടിയുടെ പൗഡർ ആയതുകൊണ്ടേ, കായം പൗഡർ ആയതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. എന്നിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്ക് കുറച്ച് ഉലുവാട പൊടി കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം ഉലുവ ആദ്യം ഞാൻ കുറച്ചിട്ടത്. അപ്പം ഇങ്ങനെ തിളച്ച് കുറുകി വരും. അതിലേക്ക് ഇനി ആവശ്യത്തിന് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വിനീഗർ എന്ന് പറഞ്ഞാൽ കുറച്ച് മതി, ഒരു കാൽ ഗ്ലാസ്സൊക്കെ. ഒരുപാട് ഒഴിച്ചാൽ പുളിരസം കൂടും. ഇതിന് മധുരമാണല്ലോ കൂടുതൽ, ഈ റംബുട്ടാനും മധുരം ഉള്ളതാണല്ലോ. അപ്പോൾ ഇച്ചിരി പുളി നമ്മുടെ ഇതൊഴിക്കുമ്പോഴേ, വിനീഗർ ഒഴിക്കുമ്പോൾ കുറച്ചൊരു പുളിരസം കൂടൊക്കെ വരും. അപ്പം നല്ലൊരു ഇതായിരിക്കും, ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം. ഇതുവരെ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് എടുക്കാം. ഉപ്പ് ഒരുപാട് വേണ്ട, ആ പുളിയും ആ റംബുട്ടാൻ്റെ മധുരമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവാനുള്ള ഉപ്പ് മതി. റംബുട്ടാൻ ഒരുപാട് അങ്ങ് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ല ഫ്ലെയിം വെക്കാം കേട്ടോ. നല്ല ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് തിളക്കട്ടെ, നന്നായിട്ട് തിളക്കട്ടെ. നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പിലയ്ക്ക് ക്ഷാമമില്ല, പറമ്പിൽ കറിവേപ്പില, അതുകൊണ്ട് കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ട്. കുറച്ച് കറിവേപ്പില ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്താണ് കറിവേപ്പില കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ മസാലയും ഇതുണ്ടല്ലോ വിനീഗറും എല്ലാം കൂടെ നല്ല അങ്ങ് തിളയ്ക്കണം. ഇനി ഒന്ന് തീ കുറച്ച് ഇച്ചിരി ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് റംബുട്ടാൻ അതിലേക്ക് ഇടാം. റംബുട്ടാൻ ഇട്ടിട്ട് ഒരുപാട് തിളയ്ക്കണ്ട, റംബുട്ടാൻ ഇട്ടിട്ട് കുറച്ച് തിളച്ചാൽ മതി. ഇച്ചിരി ചാറ് വേണമെന്നുള്ളവർക്ക് ഇച്ചിരി ചാറൊക്കെ വേണമെന്നുള്ളവർക്ക് ഇത് ഒരുപാട് വറ്റിക്കണ്ട. അല്ലാത്തവർക്ക് ചാറ് വേണ്ടെന്നുള്ളവർക്ക് കുറച്ച് വറ്റിക്കാം കേട്ടോ. ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ എനിക്ക് ഇച്ചിരി ചാറ് വേണം, ഇച്ചിരി അതിൻ്റെ അച്ചാറിന് ഇച്ചിരി ചാറ് വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ചാറായിട്ട് ഇടുന്നത്. ഇനി ഇത് ഇരുന്നൊന്ന് കുറുകും. റംബുട്ടാൻ ഇട്ട് കഴിഞ്ഞ് ചെറുതായിട്ടേ തിളയ്ക്കാവൂ, കാരണം പിന്നെ ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. റംബുട്ടാൻ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് മാത്രമേ തിളയ്ക്കാവൂ. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം, ഒരുപാട് തിളയ്ക്കണ്ട. ഒരു 2 മിനിറ്റ്, ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. ഒരുപാട് തിളച്ചാൽ അതങ്ങ് വെന്ത് കലങ്ങിയ പോലെ അങ്ങനെ ആവരുത്, ചെറുതായിട്ട് ഒന്ന് തിളച്ചാൽ മതി. ഇങ്ങനെയാണ് ഞാൻ ഇടുന്ന അച്ചാർ, റംബുട്ടാൻ അച്ചാർ. ഇനി മേളിൽ ഇച്ചിരി കറിവേപ്പില തൂവി കൊടുക്കാം, എന്നിട്ട് ഓഫാക്കാം, ഫ്ലെയിം ഓഫാക്കാം. ഇതാണ് എൻ്റെ റംബുട്ടാൻ അച്ചാർ. എല്ലാവരും അപ്പം ഇത് കാണുകയും ഇതുപോലെ ട്രൈ ചെയ്യുകയും ചെയ്യണം. ഇത്രയും അച്ചാറിന് ചാറ് വേണ്ടെന്നുള്ളവർ ഈ വെള്ളം ഒഴിക്കുമ്പോഴും കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഞാൻ ഇച്ചിരി ചാറ് വേണ്ടിയിട്ടാണ് ഇത്രയും ചാറിട്ട, പക്ഷേ ഇത് ഇച്ചിരി കൂടെ അങ്ങ് തിക്കാവും, ഇരിക്കുമ്പോൾ ഇച്ചിരി കൂടെ കുറുകി വരും. ഇതാണ് എൻ്റെ റംബുട്ടാൻ അച്ചാർ. അപ്പം എല്ലാവരും കാണുകയും ഒന്ന് ട്രൈ ചെയ്യുകയും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇത് റംബുട്ടാൻ അച്ചാറൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഇടാനൊക്കെ ശ്രമിക്കണേ. എന്നിട്ട് അടച്ച് വെക്കല്ല, ഹാഫ് അടച്ച് വെക്കത്തുള്ളൂ. ഇതിലെ വെള്ളം ഇതിനകത്തോട്ട് വീണ് കഴിഞ്ഞാൽ ഇത് ആവി നിന്നിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അപ്പം നമുക്ക്
വേറെ ടേസ്റ്റായിട്ട് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഹാഫ് മാത്രമേ അടച്ച് വെക്കാവൂ, ഫുൾ അടയ്ക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ റംബുട്ടാൻ വിശേഷങ്ങൾ. എല്ലാവരും കാണും, ലൈക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കട്ടെ. നല്ലൊരു ശുഭരാത്രി നേരുന്നു. ഓക്കെ, ബൈ.